നാലഞ്ച് ഈത്തപ്പഴം, കട്ട്ലറ്റ്, ഉള്ളിവട ഇതെല്ലാം എൻ്റെ ഇത്ത വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. പിന്നെ പഴനൂർക്ക് ഇത്രയായിരുന്നു ഇന്ന് കഴിക്കാനുണ്ടായിരുന്നത്. കരിഞ്ഞ പഴനൂർക്ക് അങ്ങ് എടുത്ത് മാറ്റണേ എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യം അതെടുത്ത് മാറ്റി. ശേഷം ഒരു ഗ്ലാസ് ഓറഞ്ച് ജ്യൂസ് കുടിച്ചു. പിന്നെ അവിടെ ഇരുന്ന 2-3 ഈത്തപ്പഴം പറക്കി തിന്നു. കട്ട്ലറ്റ് ഒരെണ്ണം മതിയായിരുന്നു. കട്ടിയുള്ള ഒരു കട്ട്ലറ്റ് എടുത്ത് കഴിച്ചത്. ഇത് നോമ്പർക്കുമ്പോൾ ഇത്രയൊക്കെ കഴിക്കണം വിചാരിച്ചിട്ടാണ് ഞാൻ നോമ്പർക്കാനൊക്കെ നിൽക്കുന്നത്. ഇത് ഒരു നോമ്പർക്കിൻ്റെ അതായത് ബാങ്ക് കൊടുക്കുന്നതിൻ്റെ 1-2 മിനിറ്റ് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ. ക്ലൈമറ്റ് ഒക്കെ നല്ല ഭംഗി ഉണ്ടായി കാണാൻ. മഴ പെയ്തിട്ട് ചോർന്നിട്ടുള്ള ഒരു അവസ്ഥയായിട്ട് നോമ്പുണ്ടോ ഫുള്ളാ എത്ര ഫുള്ള് നോമ്പെടുത്തു നോമ്പ് ബാങ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് താങ്കൾ ഇപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ഓഹോ നോമ്പ് ക്ഷീണമുണ്ടോ? ഇന്ന് എന്താണ് തനിക്ക് പറയാനുള്ളത്? നല്ല സുഖമാണ്, നല്ല തണുപ്പുണ്ട്, നല്ല സുഖമാണ്. എക്സാം ഒക്കെ കഴിഞ്ഞോ? എക്സാം ഇന്നുണ്ട്. എത്ര എക്സാം ഉണ്ട് ഇനി? 2 എക്സാം. ആ 2 എക്സാമിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ താങ്കൾ? പിന്നെ പ്രിപ്പയർ ഫുള്ളാണ്. ഓ എന്താണ് താങ്കൾക്ക് ഈ റമദാൻ മാസത്തിൽ എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ല, നല്ല ക്ഷീണുണ്ട്, അതുകൊണ്ടൊന്നും പറയാനില്ല. ഇനി ബാങ്ക് കൊടുക്കാൻ എത്ര മിനിറ്റ് ഉണ്ട്? അറിയില്ല, ഞാൻ ഇവിടെ കുത്തിരിക്കണം. അങ്ങനെ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ ബാങ്ക് കൊടുത്തിട്ടുണ്ട്. ഇനി ബാങ്ക് കൊടുത്തപ്പോൾ ഫസ്റ്റ് തന്നെ 2 ഈത്തപ്പായം കഴിച്ചിട്ടുണ്ട്. ഈത്തപ്പായം കഴിച്ച് നോമ്പ് തുറന്നിട്ട് ഒരു ഗ്ലാസ് ടാങ്ക് കലക്കിയ വെള്ളം കുടിച്ച്, അത് കഴിഞ്ഞിട്ട് ഒരു ഗ്ലാസ് ഗ്രേപ്പിൻ്റെ ജ്യൂസ് കുടിച്ച്, അത് കഴിഞ്ഞിട്ട് പിന്നെ 1/2 ഗ്ലാസ് ടാങ്ക് കലക്കിയത് കുടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് വത്തക്ക ഉണ്ടായിനി. സോ 2-3 കഷ്ണം വത്തക്ക കഴിച്ച്, അത് കഴിഞ്ഞിട്ടാണ് ഉറുമാമ്പായ ഇരിക്കുന്നത് കണ്ടത്. സോ അത് കുറച്ച് കഴിച്ച് അതിൻ്റെ കൂട്ടത്തിൽ പിന്നെയും എടുത്തുകൊണ്ട് പിന്നെയും കുറച്ച് കഴിച്ച്, പിന്നെ നെക്സ്റ്റ് കഴിച്ചിട്ടുണ്ടായത് സമൂസയാണ്. സമൂസ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഒരു സമൂസ എടുത്ത് കഴിച്ച്, അതിന് ശേഷം പിന്നെ ഒന്നുകൂടെ എടുത്ത് കഴിച്ച്, അങ്ങനെ പിന്നെ ഒന്നുകൂടെ എടുത്ത് കഴിച്ച്, അങ്ങനെ ടോട്ടലി 3 സമൂസ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിച്ച ശേഷം പിന്നെയും കുറച്ച് ഗ്രേപ്പിൻ്റെ ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിനി. അത് കഴിഞ്ഞിട്ട് ഒരു 1-2 മണിക്കൂർ വയറിന് റെസ്റ്റ് കൊടുത്തതിന് ശേഷം പിന്നെ നെയ്ച്ചോറും അതിൻ്റെ കൂട്ടത്തിൽ ചിക്കൻ കറിയും പിന്നെ മാങ്ങാച്ചാറും ഉണ്ടായിനി, അത് കഴിച്ചിട്ടുണ്ടായിനി. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ ഒരു ഗ്ലാസ് പാൽച്ചായയും കുടിച്ചിട്ടുണ്ടായിനി. സുമി കഴിക്കണ പോലെ അത്രയും ലാവിഷായിട്ട് എനിക്ക് കഴിക്കാൻ എൻ്റെ വയറിൽ സ്പേസ് ഉണ്ടായില്ല. അപ്പോൾ ഇത്രത്തിനുള്ളിൽ ഞാൻ നോമ്പ് പറഞ്ഞിട്ട് കഴിച്ചിട്ടുണ്ടായിനി. അപ്പോൾ ബാക്കി വീഡിയോ നാളെ. ടാറ്റ, ബൈ.